വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ നമ്മൾ സൺടാനൊക്കെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് മുഖം ഡള്ളായിട്ടൊക്കെ ഇരിക്കുകയാണ്, കറുത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫേസ് പാക്ക് ഇട്ട് ഒന്ന് സെറ്റ് ആക്കണം. അപ്പോൾ നമ്മുടെ കളറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും സൺടാൻ അടിച്ചിട്ടുള്ള പാടുകളൊക്കെ മാറ്റാനും എല്ലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3 ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ തൈരിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മിൽമയുടെ തൈരാണ്. 1 സ്പൂൺ തൈരിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഫേസിൽ, കഴുത്തിൽ, കൈക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് സൺടാനൊക്കെ അടിച്ച് കരുവാളിച്ചിരിക്കും, അന്നേരം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫേസും നെക്കിൽ മാത്രം ഇടുന്നത് കൊണ്ട് 1 സ്പൂണേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് അടിമാലി കോഫി പൗഡർ എന്ന് പറയും കേട്ടോ. 10 രൂപയ്ക്ക് കിട്ടുന്നതാണ്. നമ്മുടെ കാപ്പിപ്പൊടി നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ 1 ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടിട്ട് മഞ്ഞൾപ്പൊടിയാണെന്ന് തോന്നുന്നില്ലായിരിക്കും. പക്ഷേ ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വെച്ചാൽ, ഒരു ചട്ടിയിൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക, ഒന്ന് വറുത്തെടുക്കുമ്പോൾ ഈ ഒരു കോഫി പൗഡറിൻ്റെ കളർ വരുമ്പോഴത്തേന് നിർത്തിയാൽ മതി. അതിന് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, വറുത്ത മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. മറക്കണ്ട, 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ 1-2 ദിവസങ്ങളിൽ ഇത് ചെയ്യണം കേട്ടോ. വലിയ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ 1-2 ദിവസങ്ങളിൽ ഇത് ചെയ്യണം. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യുകയാണ്. കാപ്പിപ്പൊടി നാച്ചുറലായിട്ടുള്ളൊരു എക്സ്ഫോളിയേറ്റർ ആയതിനാൽ പുതിയതും തിളക്കമുള്ളതുമായിട്ടുള്ള സ്കിന്നിൽ ലഭിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാപ്പിപ്പൊടിയിൽ ക്ലോറോജനിക് ആസിഡ് പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതും സൺടാൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നീട് ഇതിൽ കഫീൻ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ചർമ്മത്തിന് നിറം വർദ്ധിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പാക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ തൈരും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസുകളാണ്. അപ്പോൾ ഈ ഒരു പാക്കിട്ട് നമുക്ക് ഫേഷ്യലൊന്നും ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഇനി ബ്യൂട്ടി പാർലറിൽ പോയി ക്യാഷ് കളയേണ്ട കാര്യവുമില്ല, സമയവും വേസ്റ്റ് ആവത്തില്ല. നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് പരീക്ഷിച്ച് നോക്കുക. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കഴുകിക്കളയാം. വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഡ്രൈനെസ് ഒന്ന് മാറ്റാൻ വേണ്ടി കുറച്ച് വെള്ളം എടുത്തൊന്ന് മുഖത്ത് തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ മസാജ് ചെയ്യണം. വീഡിയോ ലെങ്ത് കൂടുന്നതിനാൽ ഞാനിവിടെ ഇത്തിരി സ്പീഡിലിട്ട് കാണിക്കുകയാണ്. മൈൽഡായിട്ട് വേണം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയായി ഞാനൊരു പാക്ക് കഴുകിക്കളയുകയാണ്. അടിപൊളി റിസൾട്ട്. സൂപ്പറാണ് കേട്ടോ, അടിപൊളി റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഏതൊരു പാക്കറ്റാലും ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല. ഇത് ഒരു പക്ഷേ ആ മഞ്ഞപ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഇമ്പ്രൂവ് ആയത്. എങ്കിലും നിങ്ങളിത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഫുള്ളായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ വീടിനകത്ത് വെച്ചിട്ടാണ് കഴുകി കാണിച്ചത്. നിങ്ങളെ കഴുകി കാണിച്ചതാണ്. അപ്പം ഞാൻ പുറത്ത് പോയിന്ന് മുഖം ഫുള്ളായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. എനിക്കിഷ്ടപ്പെട്ട് ഗൈസ് കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ബ്രൈറ്റൻസ് കിട്ടുന്നുണ്ട്. ഈ ബ്രൈറ്റനിങ് നമുക്ക് നിലനിർത്തണമെങ്കിൽ എന്നും നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നേരത്തേനേക്കാളും ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പം എൻ്റെ കൈയും
എൻ്റെ മുഖവും കൂടെ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, നല്ലൊരു ചേഞ്ച് ഉണ്ട് മുഖത്ത്. പിന്നെ കൈയുടെ കളറല്ല നമ്മുടെ ഫേസിനുള്ളത്, അത് വേറെ കാര്യം. എങ്കിലും ഞാനിന്ന് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അടിപൊളി റിസൾട്ട് തരുന്നൊരു ഫേസ് പാക്കാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അടിപൊളി കിടുക്കാച്ചി റിസൾട്ടാണ്, എനിക്ക് നല്ലതായിട്ട് അനുഭവപ്പെട്ടതാണ്. എനിക്ക് ജെനുവനായിട്ട് തോന്നുന്നതേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇട്ടപ്പം ഇത് ജെനുവൻ അല്ല എന്ന് തോന്നിയെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെ ഇത് ജെനുവൻ അല്ല എന്ന്. ജെനുവൻ അല്ലാത്ത കുറേ ഫേസ് പാക്കുകൾ എൻ്റെ കയ്യിലുണ്ട്, അതിട്ട് പണി പാളിയ ഫേസ് പാക്കുകളും ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ പോകെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കഴുത്തിലെ കളറൊക്കെ കണ്ടോ, നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്ത്. ഒരുമാതിരി കറുത്ത് കരുവാളിച്ചിരുന്നായിരുന്നു എൻ്റെ കഴുത്തൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ കിടിലം ഫേസ് പാക്കുമായിട്ട് വേഗം തന്നെ വരാം. ബൈ.